നമുക്ക് ബിനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ബിനിൽ, നേരത്തെ റിയ ബേബി ലതീഷിന്റെ പ്രതികരണമാണ് തേടിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ലതീഷ് പറയുന്നത്, ലതീഷിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നഗരമാണ് വൈറ്റില എന്നത്. അപ്പോൾ പല ആളുകളും വന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടെ കൊച്ചിയിൽ തന്നെ ഈ ഭാഗ്യശാലി ഉണ്ടാകണമെന്നില്ല. മറ്റേതെങ്കിലും ജില്ലയിലാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അതിർത്തി വിട്ടു പോയേക്കാം. അങ്ങനെയൊക്കെയാണ് അടുത്ത കാലങ്ങളിൽ സംഭവിക്കുന്നത്. എന്താണ് ബിനിൽ അവിടുത്തെ ആളുകളുടെയൊക്കെ തന്നെ പ്രതികരണം വരുമ്പോൾ മഹാമാമാങ്കത്തിന്റെ നറുക്കെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ, ആളുകളുടെ ആഹ്ലാദമൊക്കെ എങ്ങനെയാണ് ബിനിൽ? പ്രതീക്ഷ, ഇത് കൊച്ചി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റെങ്കിലും ഇത് പുറത്തേക്ക് പോയിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടതുപോലെ ഈ ഗ്രാമം വിട്ട് ഇത് പോകാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്ന കണക്ക് ഇത് നെട്ടൂര് വിട്ടു പോകാനുള്ള ഒരു സാധ്യതയും ഈ ലോട്ടറി വിൽപ്പനക്കാരൻ കാണുന്നില്ല. കാരണം ഇവിടെ ഈ നാട്ടുകാരൊക്കെയാണ് സാധാരണ വന്ന് ലോട്ടറി എടുക്കുന്നത്. നമുക്ക് കാണുന്നതാണ് ദേശീയപാത. ആ ദേശീയപാതയിൽ നിന്ന് നേരെ ഇത് നെട്ടൂർ ഉള്ളിലേക്കുള്ള വഴിയാണ്. ആ വഴി കടന്നു പോകുന്നിടത്താണ് ഈ ലോട്ടറി വിൽപ്പനശാലയുള്ളത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് താമസിക്കുന്ന ആരോ ഒരാളാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കിടയിലൊക്കെ തന്നെ ഒരുപാട് കൗതുകത്തോടു കൂടി അവർ ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ ഇവിടെ? ഒരു സൂചനയില്ല. അത് ആർക്കാ പോയെന്ന് കുറച്ച് നേരത്തെ പോയിക്കുന്ന ഇതാണ്. പെട്ടെന്ന് പോയതല്ലോ. ലാസ്റ്റ് ടിക്കറ്റ് എടുത്തത് ഞാനാണ്. ഇവിടെ ഹിന്ദിക്കാരൊക്കെ എടുക്കുന്നത് പിന്നെ അവസാനത്തെ ടിക്കറ്റ് എടുത്തത് ഞാനാണ്. ഏറ്റവും അവസാനത്തെ ടിക്കറ്റ് 0740. പക്ഷെ അതിന് നേരത്തെ പോയിരുന്ന ടിക്കറ്റാണ്. ഞങ്ങൾ സീറോയുടെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ഫുൾ ടൈം ഉള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു കൗതുകത്തോടു കൂടി നിങ്ങൾ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഈ ഭാഗ്യശാലിയെ കണ്ടത്? നാട്ടിലല്ലേ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ എപ്പോഴും ഇവിടെ കാവലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത് ബമ്പറല്ലേ, സന്തോഷിക്കണമല്ല. ഈ നാട് വിട്ടു പോയിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ? സാധ്യത കുറവാ. നെട്ടുകാർക്കായിരിക്കുള്ളൂ. ഒരു 3-4 മാസമായിട്ടുണ്ടല്ലേ 1 കോടി അടിച്ചിട്ട് ഈ കടയില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശേഷം സന്തോഷം. 1 കോടി അടിച്ച ശേഷം ഇവിടെ വലിയ കച്ചവടമൊക്കെ ഭയങ്കര കച്ചവടം മൊത്തത്തിൽ കൂടി നെട്ടൂര്. എന്നാൽ പോലും ഈ കടയിൽ ഒത്തിരി കൂടി കൂടി നല്ലൊരിതാ. ഇതൊരു കാര്യം നേരത്തെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര വിശ്വാസം വരുന്നു. ഈ 1 കോടി അടിക്കുമ്പോഴും ഇപ്പം ഇതടിച്ചില്ലേ, ഇന്ന് രാവിലെ മൂലം പറയുന്നുണ്ട് നമുക്ക് ലഡു മാറ്റിയിട്ട് 500 പപ്സ് ആക്കണമെന്നും. അപ്പോൾ കളിയാക്കി ചെയ്ത് ഈ പുതിയ ഷർട്ടിട്ട് അതിന് വേണ്ടി അത് സത്യം തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. 25 കോടി ഇവിടെ തന്നെ പോകുന്നത് എന്ന് വിറ്റിട്ടുണ്ടാവുന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് പറയാൻ പറ്റില്ല. ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. മിനിമം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. വിറ്റിട്ടുണ്ടല്ലോ ഇവിടെ. ടിക്കറ്റ് ഒത്തിരി പോയല്ല. 800 ടിക്കറ്റാ പോയിട്ടേക്കണം. ഇന്ന് വിറ്റെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഇന്ന് ശൈലിയുടെ ആൾക്കാരായി കൂട്ടത്തില് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അപ്പൊ അവരും വന്ന് ഫ്ലൈറ്റുകളൊക്കെ ഉള്ളതല്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ടിക്കറ്റ് ഇവിടെ കച്ചവടവും. അപ്പൊ അടിയുമ്പനുണ്ട്. അല്ലാത്ത പ്രൈസ് ഒരുപാട് വീടുണ്ട്. അപ്പൊ ആൾക്കാർ ഒരുപാട് എടുക്കുന്നുണ്ട്. പ്രതീക്ഷ, ഇപ്പൊ ഈ കണ്ടവരെല്ലാവരും ആ ഭാഗ്യശാലിയെ നമ്മളെ പോലെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് എന്തായാലും ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, ഈ നാട്ടിൽ നിന്നത് വിട്ടുപോയിട്ടില്ല എന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ബിനിൽ ടിക്കറ്റ് എടുത്തായിരുന്നു. കാരണം ഇവിടെ 1000 രൂപ പോയതിന്റെ വിഷമത്തിലായിരുന്നു ഡോക്ടർ പ്രസാദ് കുമാർ. അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. എന്താണ് ബിനിൽ ടിക്കറ്റ് എടുത്തിരുന്നോ? ഇന്നലെ നമ്മുടെ ശ്യാമപ്രസാദ് ഉത്തമൻ ആലപ്പുഴയിൽ ഒരു ഷൂട്ടിന് പോയപ്പോൾ അതിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുക. എന്നോടൊരു 100 രൂപ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 5 പേര് ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്തു. അതിൽ സമ്മാനം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും 1ാം സമ്മാനം ഇല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നറുക്കെടുപ്പിന്റെ പൂർണ്ണ ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോഴാണ് പോയി. ഇനിയിപ്പോൾ ഈ അനുബന്ധ ടിക്കറ്റുകൾ അത് എല്ലാവരോടും പറയുകയാണ്. കാരണം അല്പസമയത്തിനകം തന്നെ അപ്ഡേഷൻ വരും. സൈറ്റിൽ വിശദമായി തന്നെ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റുകൾ ചെറിയ സമാശ്വാസ സമ്മാനമെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് രസമെന്താണ്, നമ്മളെ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയുമല്ലോ. കാരണം ഈ പറയുന്ന 1ാം സമ്മാനം എന്ന് പറയുന്ന ലാസ്റ്റ് നമ്പർ നമ്മുടെ കയ്യിലുള്ള ആ നമ്പർ, അതായത് 577825. അപ്പോൾ ഈ 25 അവസാനം, ചിലർക്ക് ഈ 35 ആകാം, 45 ആകാം, ചിലപ്പോൾ 22 ഒക്കെ ആയിരിക്കും. അതായത് ചില നേരിയ വ്യത്യാസത്തിലൊക്കെ മിസ്സായി പോയ ആളുകൾക്കൊക്കെ അതോർത്ത് ആശ്വസിക്കാം. ഇനി അടുത്ത ഒരു അംഗത്തിന് വേണ്ടി നമുക്ക് പുറപ്പെടാം. എന്തായാലും എല്ലാ ഭാഗ്യശാലികൾക്കും, എല്ലാ സമ്മാനം നേടിയ 1ാം സമ്മാനം നേടിയ മറഞ്ഞിരിക്കുന്ന ആളുകൾക്കും ഒപ്പം ബാക്കിയുള്ള അനുബന്ധ മറ്റ് സമ്മാനങ്ങൾ നേടിയ എല്ലാവർക്കും മാതൃഭൂമി ന്യൂസിന്റെ ആശംസകൾ അറിയിക്കുക.